വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതും ഒരു ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു അപ്പം റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ സൈഡിലോട്ടൊക്കെ ക്രിസ്മസിൻ്റെ സമയത്ത് ഉണ്ടാക്കുന്നതാണ് കള്ളപ്പം. നാടൻ കള്ളൊഴിച്ചിട്ടാണ് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുന്നത്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതിനു മുമ്പ് നമ്മുടെ വീഡിയോസ് കണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നല്ല നാടൻ കള്ള് തന്നെയാണ്. ഇതിപ്പോൾ നമുക്കിവിടെ നിന്ന് കിട്ടിയത് കൊണ്ട് ഫ്രഷായിട്ട് നമ്മളിവിടെ നാടൻ കള്ള് വെട്ടുന്നതുള്ളതുകൊണ്ട് കിട്ടിയതാണ്. അവരിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞാനിത്. അതുകൊണ്ട് തന്നെ പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല. പിന്നെ വേണ്ടതെന്ന് പറയുന്നത് പച്ചരി, കുതിർത്ത പച്ചരിയാണ്. 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കുന്നതാണ്. 1 കപ്പ് പച്ചരി. പിന്നെ ഏകദേശം ഒരു തേങ്ങയുടെ പകുതി തേങ്ങയോളം ഞാൻ എടുത്തിട്ടുണ്ട് തിരുമിയത്. പിന്നെ നമ്മളൊരു 1/2 കപ്പ് ചോറെടുത്തിട്ടുണ്ട്. പിന്നെ ഈസ്റ്റ് 1 ടേബിൾ സ്പൂൺ, പഞ്ചസാര, ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ പച്ചരി അപ്പത്തിനുള്ള കൂട്ടൊന്ന് അരച്ചെടുക്കണം. ആദ്യം നമുക്ക് പച്ചരി ഇട്ട് കൊടുക്കാം. അതിലോട്ട് തേങ്ങ തിരുമിയതും ചോറും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ 1 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് തന്നെ, അല്ലെങ്കിൽ 1 കപ്പ് പച്ചരിക്ക് 1 കപ്പ് തന്നെ കള്ളാണ് നമ്മളിതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടല്ലോ. ബാക്കി വരുന്നത് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്താൽ മതി. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ്. ഞാനിവിടെ 1/2 ടീസ്പൂണിനേക്കാൾ കുറച്ചുകൂടെ കുറവാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കറക്റ്റ് 1/2 ടീസ്പൂൺ തന്നെ എടുക്കാം. നമ്മളിപ്പോൾ നാട്ടിലിപ്പം നല്ല ചൂടായതുകൊണ്ട് ഇത് പെട്ടെന്ന് പുളിച്ച് വരുന്നുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇപ്പം നമ്മുടെ കള്ളപ്പത്തിനുള്ള കൂട്ടെല്ലാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നാട്ടിലൊക്കെ നല്ല ചൂടായതുകൊണ്ട് ഏകദേശം 2 മണിക്കൂർ മതി. പിന്നെ ഞാൻ ചേർത്തേക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അപ്പോൾ 1 മണിക്കൂറൊക്കെ മതി. പെട്ടെന്ന് ഈ മാവ് പുളിച്ച് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഒരു 5 മണിക്കൂർ മുതൽ 6 മണിക്കൂർ, അല്ലെങ്കിൽ നൈറ്റ് അരച്ച് വെച്ചാൽ മതി. ഇതിപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ വൈകിട്ടാണ് ഈ മാവ് അരച്ച് വെക്കുന്നതെങ്കിൽ തേങ്ങ അരച്ച് ചേർക്കൽ, രാവിലെ തേങ്ങ ചേർത്താൽ മതി. 1 മണിക്കൂർ മുമ്പ് തേങ്ങ അരച്ച് ചേർത്താൽ മതി. ഇപ്പം ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ നമുക്കിതിൻ്റെ മാവിൻ്റെ ടെക്സ്ചർ കണ്ടോ? ഇത് കണ്ടോ? ഇതേപോലെ നല്ല പഞ്ഞി പോണക്കായി കിട്ടും. നല്ല സോഫ്റ്റ് ടെക്സ്ചറുള്ള മാവ് നമുക്ക് കിട്ടും. കണ്ടോ? ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മളിപ്പം പാലപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർത്തിട്ട് പാലപ്പച്ചട്ടിയിൽ അങ്ങ് ഉണ്ടാക്കിയെടുത്തേച്ചാൽ മതി. പക്ഷേ നമ്മൾ പാലപ്പത്തിനേക്കാൾ കൂടുതൽ വെള്ളയപ്പമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്, ദോശക്കല്ലിൽ ഉണ്ടാക്കുന്ന അപ്പം. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ കുറച്ച് ജീരകവും വെളുത്തുള്ളിയും കൂടെ അരച്ച് ചേർത്തിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പാലപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇതിനകത്തോട്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാലപ്പം ഉണ്ടാക്കിയെടുക്കാം ആദ്യം. ഇനി നമുക്ക് അപ്പച്ചട്ടിയൊക്കെ വെച്ചിട്ട് പാലപ്പം ഒന്ന് ചുട്ട് നോക്കാം. ഇതൊരു ഈസി മെത്തേഡാണ്. പണ്ടൊക്കെ നമ്മൾ കപ്പിയൊക്കെ കാച്ചിട്ടാണ് നമ്മൾ ഈ കള്ളപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പാലപ്പച്ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ടൊന്ന് ഒഴിച്ച് നോക്കാം അപ്പം ശരിയായി കിട്ടുമോയെന്ന്. പാലപ്പം ആണെങ്കിലും വെള്ളയപ്പം ആണെങ്കിലും ഈ ഒരൊറ്റ മാവ് മതി, എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. കണ്ടല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പഞ്ഞി പോണക്കത്തെ അപ്പം നമ്മൾക്ക് കിട്ടും. അങ്ങനെ നമുക്ക് പാലപ്പം തേണ്ട അടിപൊളിയായിട്ടുള്ള പാലപ്പം റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ ഇനിയും നമുക്ക് ശരിക്കും കള്ളപ്പം എന്ന് പറയുന്നത് വെള്ളയപ്പം പോലെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി അത് വെള്ളയപ്പം ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാൻ ജീരകവും കുറച്ച് കൊച്ചുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്ക് മിക്സിയിൽ ചതച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള മാവിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളയപ്പം ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്, ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനിയും ഇത് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒരു തവി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. നമ്മൾ ദോശ വേറെ അപ്പമൊക്കെ പരത്തുന്ന പോലെ അങ്ങനെ പരത്തേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ തന്നെ നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ നിറച്ച് ബബിൾസ് ഇതേപോലെ ഇങ്ങനെ ഒരു ബബിൾസൊക്കെ വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ഈ അപ്പത്തിൻ്റെ കൂട്ട് പെർഫെക്റ്റ് ആണെന്നുള്ളതിൻ്റെയാണ്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ഇതായിട്ട് നമ്മളിത് തിരിച്ചിടുമ്പോഴത്തേക്കിന് ഒരു ഗോൾഡൻ കളറ് വരെ, അങ്ങനെ ആകുന്നിടം വരെ നമ്മളിത് മൂപ്പിക്കണം.
അങ്ങനെ നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ 2 സൈഡും കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് പാത്രത്തിലോട്ട് മാറ്റാം. കണ്ടല്ലോ, ഈ ഒരു കളറാകണം, എന്നാൽ ഒരുപാട് അങ്ങ് കരിഞ്ഞും പോലെ. അപ്പം ഞാൻ നേരത്തെ കുറച്ച് അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ അപ്പവും റെഡിയാക്കി എടുക്കാം. കണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ഗോൾഡൻ കളറ് കിട്ടണം, അതാണ് ഈ അപ്പത്തിൻ്റെ ഒരു പെർഫെക്ഷൻ. അങ്ങനെ നമ്മുടെ കള്ളപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.